ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് പുരോഹിതൻ. താൻ തന്നെ ബലഹീനനാണെന്ന് തിരുവചനം പറയുന്നു. താൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും അനുകമ്പ കാണിക്കുവാൻ അവന് സാധിക്കും എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും കുറേയധികം അജ്ഞതയുള്ളവരാണ്, കുറേയധികം വഴിതെറ്റി നടക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളോട് അനുകമ്പ കാണിക്കുവാനും നിങ്ങൾക്ക് അജ്ഞത മാറ്റി അറിവ് പകർന്നു തരുവാനും നിങ്ങളെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും ഓരോ അജപാലകനും ശ്രമിക്കുന്നു. അത് അജപാലകൻ്റെ പ്രധാന ദൗത്യമാണ്. അജപാലകൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് സുവിശേഷമാണ്. ദൈവം വെളിപ്പെടുത്തിയ ദിവ്യ സത്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ. നിങ്ങളെ സാമൂഹ്യ ശാസ്ത്രവും രാഷ്ട്രീയ ശാസ്ത്രവും പഠിപ്പിക്കേണ്ടവനല്ല വൈദികൻ. വൈദികർ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് സുവിശേഷവും വെളിപ്പെടുത്തപ്പെട്ട ദിവ്യ സത്യങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവുമാണ്. ദൈവം തൻ്റെ പുത്രനിലൂടെ നിറവേറ്റിയ രക്ഷാകർമ്മം നിങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയ രക്ഷയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരേണ്ടത് ഓരോ വൈദികനുമാണ് തൻ്റെ അജപാലന ശുശ്രൂഷയിലൂടെ.